അധ്യായം 21. അൽ അംബിയാ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 112. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനത്തിന് അവരുടെ വിചാരണാവേള വളരെ അടുത്തെത്തിയിരിക്കുന്നു. എന്നിട്ടും അവർ അതേക്കുറിച്ച് തീർത്തും അശ്രദ്ധരാണ്, അതിനെ അപ്പാടെ അവഗണിക്കുന്നവരും. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. തങ്ങളുടെ നാഥനിൽ നിന്ന് പുതുതായി ഏത് ഉദ്ബോധനം വന്നെത്തുമ്പോഴും അവരത് കേൾക്കുന്നതു തന്നെ കളിതമാശകളിൽ മുഴുകുന്നവരായാണ്. ലാഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വ അല്ലദീന ളലമൂ ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുകും അഫതഅതൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ. അശ്രദ്ധമായ മനസ്സോടെയും ആ അക്രമികൾ അന്യോന്യം ഇങ്ങനെ അടക്കം പറയുന്നു: ഇയാൾ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ബോധപൂർവം ഈ ജാലവിദ്യയിൽ ചെന്ന് വീഴുന്നത്? ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർദ് വഹുവസ് സമീഉൽ അലീം. പ്രവാചകൻ പറഞ്ഞു: ആകാശത്തും ഭൂമിയിലും ആരെന്തു പറഞ്ഞാലും അതൊക്കെയും എന്റെ നാഥൻ അറിയുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ബൽ ഖാലൂ അദ്ഗാസു അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു ബൽ ഹുവ ശാഇറുൻ ഫൽയഅതിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. അവർ പറയുന്നു, ഇതൊക്കെ വെറും പൊയ്ക്കിനാവുകളാണ്. അല്ല, ഇവനിത് സ്വയം കെട്ടിച്ചമച്ചതാണ്. ഇയാൾ ഒരു കവിയാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് നമ്മെ കാണിക്കട്ടെ, പൂർവപ്രവാചകന്മാർ ചെയ്ത പോലെ. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ. എന്നാൽ ഇവർക്കു മുമ്പ് നാം നിശേഷം നശിപ്പിച്ച ഒരു നാടും വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇവരാണോ വിശ്വസിക്കാൻ പോകുന്നത്? വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിനക്കു മുമ്പും മനുഷ്യരെ തന്നെയാണ് നാം ദൂതന്മാരായി നിയോഗിച്ചത്. നാം അവർക്ക് വഹ്യ് നൽകുകയായിരുന്നു. നിങ്ങൾക്കിതറിയില്ലെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കുക. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വാമ വമാ കാനൂ ഖാലിദീൻ. ദൈവദൂതന്മാർക്ക് നാം അന്നം തിന്നാത്ത ശരീരം നൽകിയിട്ടില്ല. അവരിവിടെ സ്ഥിരവാസികളുമായിരുന്നില്ല. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. പിന്നീട് അവരോടുള്ള വാഗ്ദാനം നാം പാലിച്ചു. അങ്ങനെ നാം അവരെ രക്ഷിച്ചു. നാം ഉദ്ദേശിച്ച മറ്റുള്ളവരെയും അതിര് കടന്നവരെ നശിപ്പിക്കുകയും ചെയ്തു. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് നാം വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നു. അതിൽ നിങ്ങൾക്കുള്ള ഉദ്ബോധനമുണ്ട്. എന്നിട്ടും നിങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. അതിക്രമത്തിലേർപ്പെട്ട എത്രയെത്ര നാടുകളെയാണ് നാം നിശേഷം നശിപ്പിച്ചത്. അവർക്ക് ശേഷം നാം മറ്റു ജനവിഭാഗങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. أحسوا بأسنا إذا هم منها يركضون.
നമ്മുടെ ശിക്ഷ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ അവരതാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. അപ്പോഴവരോട് പറയും, ഓടേണ്ട, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സുഖസൗകര്യങ്ങളിലേക്കും നിങ്ങളുടെ വസതികളിലേക്കും തന്നെ തിരികെ ചെല്ലുക. നിങ്ങളെ ചോദ്യം ചെയ്തേക്കാം. قالوا يا ويلنا إنا كنا ظالمين. അവർ പറഞ്ഞു, അയ്യോ, നമ്മുടെ നാശം, സംശയമില്ല, ഞങ്ങൾ അക്രമികളായിപ്പോയി. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. അവരുടെ ഈ വിലാപം തുടർന്നുകൊണ്ടേയിരിക്കും, നാം അവരെ കൊയ്തിട്ട വിള പോലെയാക്കും വരെ. وما خلقنا السماء والأرض وما بينهما لاعبين. ഈ ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം കുട്ടിക്കളിയായി ഉണ്ടാക്കിയതല്ല. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. നാം ഒരു വിനോദമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം സ്വയം തന്നെ അത് ചെയ്യുമായിരുന്നു. എന്നാൽ നാം അങ്ങനെ ചെയ്തിട്ടില്ല. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. നാം സത്യം കൊണ്ട് അസത്യത്തെ ഇടിക്കുന്നു, അങ്ങനെ അത് അസത്യത്തെ ഉടയ്ക്കുന്നു, അതോടെ അസത്യം അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ സങ്കൽപ്പിച്ചു പറയുന്നത് കാരണം നിങ്ങൾക്ക് നാശം. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. ആകാശഭൂമികളിലുള്ള സകലതും അല്ലാഹുവിൻ്റെതാണ്. അവന്റെ അടുത്തുള്ളവർ അവന് വഴിപ്പെടുന്നതിലൊട്ടും അഹങ്കരിക്കുന്നില്ല, അവർ ക്ഷീണിക്കുന്നുമില്ല. يسبحون الليل والنهار لا يفترون. ഇടവേളകളില്ലാതെ രാവും പകലും അവനെ അവർ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. أم اتخذوا آلهة من الأرض هم ينشرون. ഈ ഭൂമിയിൽ അവർ സങ്കൽപ്പിച്ചു വെച്ച ദൈവങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനാവുമോ? لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാത്ത വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അവ രണ്ടും താറുമാറാകുമായിരുന്നു. ഇക്കൂട്ടർ പറഞ്ഞു പരത്തുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു. സിംഹാസനത്തിന് അധിപനാണവൻ. لا يسأل عما يفعل وهم يسألون. അവൻ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യുകയില്ല, എന്നാൽ ഉറപ്പായും അവർ ചോദ്യം ചെയ്യപ്പെടും. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. അതല്ല, അവർ അവനെ വിട്ട് മറ്റു ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കയാണോ? പറയുക, നിങ്ങൾക്കുള്ള തെളിവ് കൊണ്ടുവരൂ. എന്റെ കൂടെയുള്ളവർക്കുള്ള ഉദ്ബോധനമാണിത്, എന്റെ മുമ്പുള്ളവർക്കുള്ള ഉദ്ബോധനവും ഇതുതന്നെയായിരുന്നു. എന്നാൽ അവരിലേറെ പേരും സത്യമറിയുന്നില്ല, അതിനാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഞാനല്ലാതെ ദൈവമില്ല, അതിനാൽ നിങ്ങൾ എനിക്ക് വഴിപ്പെടുക എന്ന സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ
നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون. അവർ പറയുന്നു, പരമകാരുണികനായ ദൈവം പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അവൻ എത്ര പരിശുദ്ധൻ! അവർ അവന്റെ ആദരണീയരായ അടിമകൾ മാത്രമാണ്. لا يسبقونه بالقول وهم بأمره يعملون. അവർ അവനെ മറികടന്ന് സംസാരിക്കുകയില്ല. അവന്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. അവരുടെ മുന്നിലും പിന്നിലുമുള്ള സകലതും അവൻ അറിയുന്നു. അവരുടെ നാഥൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ആർക്കും അവർ ശുപാർശ ചെയ്യുകയില്ല. അവരോ അവനോടുള്ള ഭയത്താൽ നടുക്കം അനുഭവിക്കുന്നവരാണ്. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. അവരിൽ ആരെങ്കിലും അല്ലാഹുവെ കൂടാതെ താനും ദൈവമാണെന്ന് വാദിച്ചാൽ പ്രതിഫലമായി നാം അവന് നരകശിക്ഷ നൽകും. അവിധമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുക. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. ആകാശങ്ങളും ഭൂമിയും പരസ്പരം ഒട്ടിച്ചേർന്നവയായിരുന്നു. എന്നിട്ട് നാം അവയെ വേർപെടുത്തി വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. സത്യനിഷേധികൾ ഇതൊന്നും കാണുന്നില്ലേ? അങ്ങനെ അവർ വിശ്വസിക്കുന്നില്ലേ? وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. ഭൂമിയിൽ നാം പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തി ഭൂമി അവരെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ നാം അതിൽ സൗകര്യപ്രദവും വിശാലവുമായ വഴികളുണ്ടാക്കി അവർക്ക് നേർവഴി അറിയാൻ. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. മാനത്തെ നാം സുരക്ഷിതമായ മേൽപ്പുരയാക്കി. എന്നിട്ടും അവരതിലെ ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുകയാണ്. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. രാപ്പകലുകൾ സൃഷ്ടിച്ചത് അവനാണ്. സൂര്യചന്ദ്രന്മാരെ പടച്ചതും അവൻ തന്നെ. അവയൊക്കെയും ഓരോ സഞ്ചാരപഥത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. നിനക്ക് മുമ്പ് നാം ഒരു മനുഷ്യനും നിത്യത നൽകിയിട്ടില്ല. എന്നിരിക്കെ നീ മരിച്ചെന്നവരികിൽ അതിൽ അസാധാരണമായി എന്തുണ്ട്? ഇക്കൂട്ടർ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണോ? كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. എല്ലാ ജീവികളും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഗുണദോഷങ്ങൾ നൽകി നിങ്ങളെ നാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. وَإِذَا رَآكَ الَّذِينَ كَفَرُوا إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ وَهُمْ بِذِكْرِ الرَّحْمَنِ هُمْ كَافِرُونَ. നിന്നെ കാണുമ്പോൾ പരിഹസിക്കലല്ലാതെ സത്യനിഷേധികൾക്ക് വേറെ പണിയൊന്നുമില്ല. അവർ പുച്ഛത്തോടെ പറയുന്നു, ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്നവൻ? എന്നാൽ അവർ തന്നെയാണ് പരമകാരുണികനായ അല്ലാഹുവിന്റെ ഉദ്ബോധനത്തെ നിഷേധിച്ചവർ.
خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. ധൃതി കാട്ടുന്നവനായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. വൈകാതെ തന്നെ ഞാൻ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരും. അതിനാൽ നിങ്ങൾ എന്നോട് ധൃതി കൂട്ടേണ്ടതില്ല. ويقولون متى هذا الوعد إن كنتم صادقين. അവർ ചോദിക്കുന്നു, നിങ്ങളുടെ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക? നിങ്ങൾ സത്യസന്ധരെങ്കിൽ. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. തങ്ങളുടെ മുഖങ്ങളെയും മുതുകുകളെയും നരകത്തീയിൽ നിന്ന് തടുക്കാനാവാത്ത, എങ്ങുനിന്നും ഒരു സഹായവും കിട്ടാത്ത അവസ്ഥയെ സംബന്ധിച്ച് സത്യനിഷേധികൾ അറിഞ്ഞിരുന്നെങ്കിൽ. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. എന്നാൽ വളരെ പെട്ടെന്നായിരിക്കും അതവരിൽ വന്നെത്തുക. അപ്പോൾ അതവരെ അമ്പരപ്പിക്കും. അതിനെ തടുക്കാൻ അവർക്കാവില്ല. അവർക്കൊട്ടും അവസരം നൽകുകയുമില്ല. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. നിനക്ക് മുമ്പും പല പ്രവാചകന്മാരും ഇவ்விധം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ തങ്ങൾ ഏതൊന്നിനെപ്പറ്റിയാണോ പരിഹസിച്ചുകൊണ്ടിരുന്നത് ആ ശിക്ഷ പരിഹസിച്ചിരുന്നവരെ പിടികൂടുക തന്നെ ചെയ്തു. قُلْ مَن يَكْلَؤُكُم بِاللَّيْلِ وَالنَّهَارِ مِنَ الرَّحْمَٰنِ بَلْ هُمْ عَن ذِكْرِ رَبِّهِم مُّعْرِضُونَ. ചോദിക്കുക, രാവിലാവട്ടെ പകലിലാവട്ടെ പരമദയാലുവായ അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ആരുണ്ട്? എന്നിട്ടും അവർ തങ്ങളുടെ നാഥന്റെ ഉദ്ബോധനം അവഗണിച്ചു തള്ളുകയാണ്. أَمْ لَهُمْ آلِهَةٌ تَمْنَعُهُم مِّن دُونِنَا لَا يَسْتَطِيعُونَ نَصْرَ أَنفُسِهِمْ وَلَا هُم مِّنَّا يُصْحَبُونَ. അതല്ല, നാമല്ലാതെ അവരെ സംരക്ഷിക്കുന്ന വല്ല ദൈവങ്ങളും അവർക്കുണ്ടോ? എന്നാൽ ആ ദൈവങ്ങൾക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാനാവില്ലെന്നതാണ് സത്യം. നമ്മുടെ സഹായം അവർക്കൊട്ടും കിട്ടുകയുമില്ല. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون. നാം അവർക്കും അവരുടെ പിതാക്കൾക്കും ജീവിതസുഖം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ കാലം ഏറെ നീണ്ടുപോയി. നാം ഈ ഭൂമിയെ അതിന്റെ ചുറ്റുനിന്നും ചുരുക്കിക്കൊണ്ടുവരുന്നത് ഇക്കൂട്ടർ കാണുന്നില്ലേ? എന്നിട്ടും അവർ തന്നെ വിജയം വരിക്കുമെന്നോ? قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. പറയുക, ദിവ്യസന്ദേശമനുസരിച്ച് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ മുന്നറിയിപ്പ് നൽകുമ്പോൾ കാതുപൊട്ടന്മാർ ആ വിളി കേൾക്കുകയില്ല. وَلَئِن مَّسَّتْهُمْ نَفْحَةٌ مِّنْ عَذَابِ رَبِّكَ لَيَقُولُنَّ يَا وَيْلَنَا إِنَّا كُنَّا ظَالِمِينَ. നിന്റെ നാഥന്റെ ശിക്ഷയിൽ നിന്ന് ഒരു നേരിയ കാറ്റ് അവരെ സ്പർശിച്ചാൽ അവരിങ്ങനെ വിലപിക്കും, ഞങ്ങളുടെ ഭാഗ്യദോഷം, ഉറപ്പായും
ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം നീതിനിഷ്ഠമായ തുലാസുകൾ സ്ഥാപിക്കും. പിന്നെ ആരോടും അല്പവും അനീതി കാണിക്കുകയില്ല. കർമ്മം ഒരു കടുകുമണി തൂക്കമായാൽ പോലും നാം അത് വിലയിരുത്തും. കണക്കു നോക്കാൻ നാം തന്നെ മതി. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين. മൂസാക്കും ഹാറൂനും നാം ശരിതെറ്റുകൾ വേർതിരിച്ചു കാണിക്കുന്ന പ്രമാണം നൽകി. പ്രകാശവും സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഉദ്ബോധനവും സമ്മാനിച്ചു. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. അവർ തങ്ങളുടെ നാഥനെ കാണാതെ തന്നെ അവനെ ഭയപ്പെടുന്നവരാണ്, അന്ത്യനാളിനെ പേടിയോടെ ഓർക്കുന്നവരും. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. നാം ഇറക്കിത്തന്ന അനുഗ്രഹീതമായ ഉദ്ബോധനമാണിത്. എന്നിട്ടും നിങ്ങളിതിനെ തള്ളിക്കളയുകയോ? وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. നേരത്തെ നാം ഇബ്രാഹീമിന് തന്റേതായ വിവേകം നൽകിയിരുന്നു. നമുക്കദ്ദേഹത്തെ നന്നായി അറിയാമായിരുന്നു. إِذْ قَالَ لِأَبِيهِ وَقَوْمِهِ مَا هَذِهِ التَّمَاثِيلُ الَّتِي أَنْتُمْ لَهَا عَاكِفُونَ. അദ്ദേഹം തന്റെ പിതാവിനോടും ജനത്തോടും ചോദിച്ചതോർക്കുക, നിങ്ങൾ പൂജിക്കുന്ന ഈ പ്രതിഷ്ഠകൾ എന്താണ്? قَالُوا وَجَدْنَا آبَاءَنَا لَهَا عَابِدِينَ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കൾ ഇവയെ പൂജിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. قَالَ لَقَدْ كُنْتُمْ أَنْتُمْ وَآبَاؤُكُمْ فِي ضَلَالٍ مُبِينٍ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലാണ്. قَالُوا أَجِئْتَنَا بِالْحَقِّ أَمْ أَنْتَ مِنَ اللاعبين. അവർ ചോദിച്ചു, അല്ല, നീ കാര്യമായി തന്നെയാണോ ഞങ്ങളോടി പറയുന്നത്, അതോ കളിതമാശ പറയുകയോ? قَالَ بَلْ رَبُّكُمْ رَبُّ السَّمَاوَاتِ وَالْأَرْضِ الَّذِي فَطَرَهُنَّ وَأَنَا عَلَى ذَلِكُمْ مِنَ الشَّاهِدِينَ. അദ്ദേഹം പറഞ്ഞു, അല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ സംരക്ഷകനാണ്, അവയെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. ഇതു സത്യം തന്നെയെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സാക്ഷ്യം വഹിക്കുന്നു. وَتَاللَّهِ لَأَكِيدَنَّ أَصْنَامَكُمْ بَعْدَ أَن تُوَلُّوا مُدْبِرِينَ. അല്ലാഹു തന്നെ സത്യം, നിങ്ങൾ പിരിഞ്ഞുപോയ ശേഷം നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കും. فَجَعَلَهُمْ جُذَاذًا إِلَّا كَبِيرًا لَهُمْ لَعَلَّهُمْ إِلَيْهِ يَرْجِعُونَ. അദ്ദേഹം അവയെ തുണ്ടം തുണ്ടമാക്കി, വലിയ ഒന്നിനെയൊഴികെ. അവർ സത്യത്തിലേക്ക് തിരിച്ചുവന്നെങ്കിലോ? قَالُوا مَنْ فَعَلَ هَذَا بِآلِهَتِنَا إِنَّهُ لَمِنَ الظَّالِمِينَ. അവർ ചോദിച്ചു, നമ്മളുടെ ദൈവങ്ങളോട് ഇவ்விധം ചെയ്തവനാര്? ആരായാലും അവൻ അക്രമി തന്നെ. قَالُوا سَمِعْنَا فَتًى يَذْكُرُهُمْ يُقَالُ لَهُ إِبْرَاهِيمُ. ചിലർ പറഞ്ഞു, ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. قَالُوا فَأْتُوا بِهِ عَلَى أَعْيُنِ النَّاسِ لَعَلَّهُمْ يَشْهَدُونَ. അവർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അവനെ
ജനങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരിക. അവർ സാക്ഷി പറയട്ടെ. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم അവർ ചോദിച്ചു, ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ ഇவ்விധം ചെയ്തത്? قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. അദ്ദേഹം പറഞ്ഞു, അല്ല, ആ ദൈവങ്ങളിലെ ഈ വലിയവനാണിത് ചെയ്തത്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, അവർ സംസാരിക്കുമെങ്കിൽ. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. അപ്പോൾ അവർ തങ്ങളുടെ ബോധതലത്തിലേക്കൊന്നു തിരിഞ്ഞു. അങ്ങനെ അവരന്യോന്യം പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അക്രമികൾ. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. പിന്നെ അവർ തല തിരിഞ്ഞു. അവർ പറഞ്ഞു, ഇവർ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم. അപ്പോൾ നിങ്ങൾ അല്ലാഹുവെ വിട്ടു പൂജിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെയാണോ? أُفٍّ لكم ولما تعبدون من دون الله أفلا تعقلون. നിങ്ങളുടെയും അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിക്കുന്നവയുടെയും കാര്യം എത്ര ലജ്ജാവഹം! നിങ്ങൾ ഒട്ടും ചിന്തിക്കുന്നില്ലേ? قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين. അവർ പറഞ്ഞു, നിങ്ങൾ ഇവനെ ചുട്ടെരിക്കുക, അങ്ങനെ നിങ്ങളുടെ ദൈവങ്ങളെ തുണക്കുക. നിങ്ങൾ വല്ലതും ചെയ്യാനുദ്ദേശിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്. قلنا يا نار كوني بردا وسلاما على إبراهيم. നാം പറഞ്ഞു, തീയെ തണുക്കൂ, ഇബ്രാഹീമിന് രക്ഷാകവചമാകൂ. وأرادوا به كيدا فجعلناهم الأخسرين. അദ്ദേഹത്തിനെതിരെ അവർ തന്ത്രമൊരുക്കി, എന്നാൽ നാം അവരെ എല്ലാം നഷ്ടപ്പെട്ടവരാക്കി. ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين. മുഴുലോകർക്കും നാം അനുഗ്രഹങ്ങൾ ഒരുക്കിവെച്ച നാട്ടിലേക്ക് അദ്ദേഹത്തെയും ലൂത്തിനെയും രക്ഷപ്പെടുത്തി. ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിന് സമ്മാനിച്ചു, അതിനു പുറമെ യാക്കൂബിനെയും. അവരെയൊക്കെ നാം സച്ചരിതരാക്കുകയും ചെയ്തു. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. അവരെ നാം നമ്മുടെ നിർദ്ദേശാനുസരണം നേർവഴി കാണിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരാക്കി. നാം അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കാനും സക്കാത്ത് നൽകാനും നിർദ്ദേശം നൽകി. അവരൊക്കെ നമുക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. وَلُوطًا آتَيْنَاهُ حُكْمًا وَعِلْمًا وَنَجَّيْنَاهُ مِنَ الْقَرْيَةِ الَّتِي كَانَتْ تَعْمَلُ الْخَبَائِثَ إِنَّهُمْ كَانُوا قَوْمَ سَوْءٍ فَاسِقِينَ. ലൂത്തിന് നാം വിധികർത്തൃത്വവും വിജ്ഞാനവും നൽകി. നീചവൃത്തികൾ നടന്നിരുന്ന നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അന്നാട്ടുകാർ ദുഷിച്ച തമാടികളായ ജനമായിരുന്നു. وَأَدْخَلْنَاهُ فِي رَحْمَتِنَا إِنَّهُ مِنَ الصَّالِحِينَ. ലൂത്തിനെ നാം നമ്മുടെ കാരുണ്യവലയത്തിൽ ഉൾപ്പെടുത്തി. തീർച്ച അദ്ദേഹം
സച്ചരിതനായിരുന്നു. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. നൂഹിന്റെ കാര്യവും ഓർക്കുക. ഇവർക്കെല്ലാം മുമ്പേ അദ്ദേഹം നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ച കാര്യം. അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി, അദ്ദേഹത്തെയും കുടുംബത്തെയും കൊടും ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. وَنَصَرْنَاهُ مِنَ الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا إِنَّهُمْ كَانُوا قَوْمَ سَوْءٍ فَأَغْرَقْنَاهُمْ أَجْمَعِينَ. നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞ ജനത്തിനെതിരെ നാം അദ്ദേഹത്തെ തുണച്ചു. തീർച്ചയായും അവർ പറ്റേ ദുഷിച്ച ജനതയായിരുന്നു. അതിനാൽ അവരെ ഒന്നടങ്കം നാം മുക്കിയൊടുക്കി. وَدَاوُودَ وَسُلَيْمَانَ إِذْ يَحْكُمَانِ فِي الْحَرْثِ إِذْ نَفَشَتْ فِيهِ غَنَمُ الْقَوْمِ وَكُنَّا لِحُكْمِهِمْ شَاهِدِينَ. ദാവൂദിന്റെയും സുലൈമാന്റെയും കാര്യം ഓർക്കുക. അവരിരുവരും ഒരു കൃഷിയിടത്തിന്റെ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിച്ച കാര്യം. ഒരു കൂട്ടരുടെ ആടുകൾ കൃഷിയിടത്തിൽ കടന്ന് വിളത്തിന്നു. അവരുടെ വിധിക്ക് നാം സാക്ഷിയായിരുന്നു. فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وَسَخَّرْنَا مَعَ دَاوُودَ الْجِبَالَ يُسَبِّحْنَ وَالطَّيْرَ وَكُنَّا فَاعِلِينَ. അന്നേരം സുലൈമാന് നാം കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊടുത്തു. അവരിരുവർക്കും നാം വിധികർത്തൃത്വവും വിജ്ഞാനവും നൽകി. ദാവൂദിനോടൊപ്പം ദൈവത്തെ കീർത്തനം ചെയ്യുന്ന പർവ്വതങ്ങളെയും പറവകളെയും നാം അധീനപ്പെടുത്തിക്കൊടുത്തു. നാമാണിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. وَعَلَّمْنَاهُ صَنْعَةَ لَبُوسٍ لَكُمْ لِتُحْصِنَكُمْ مِنْ بَأْسِكُمْ فَهَلْ أَنْتُمْ شَاكِرُونَ. നിങ്ങൾക്ക് വേണ്ടി നാം അദ്ദേഹത്തിന് പടയങ്കി നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളെ യുദ്ധവിപത്തുകളിൽ നിന്ന് രക്ഷിക്കാനാണത്. എന്നിട്ടും നിങ്ങൾ നന്ദിയുള്ളവരാണോ? وَلِسُلَيْمَانَ الرِّيحَ عَاصِفَةً تَجْرِي بِأَمْرِهِ إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا وَكُنَّا بِكُلِّ شَيْءٍ عَالِمِينَ. സുലൈമാന് നാം ആഞ്ഞു വീശുന്ന കാറ്റിനെയും അധീനപ്പെടുത്തിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം നാം അനുഗ്രഹങ്ങൾ ഒരുക്കിവെച്ച നാട്ടിലേക്ക് അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യത്തെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് നാം. وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ وَكُنَّا لَهُمْ حَافِظِينَ. പിശാചുക്കളിൽ നിന്ന് ചിലരെയും നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിക്കൊടുത്തു. അവർ അദ്ദേഹത്തിന് വേണ്ടി വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. കൂടാതെ മറ്റു പല ജോലികളും ചെയ്യുന്നവരുമായിരുന്നു. നാമാണവർക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത്. وَأَيُّوبَ إِذْ نَادَى رَبَّهُ أَنِّي مَسَّنِيَ الضُّرُّ وَأَنْتَ أَرْحَمُ الراحمين. അയ്യൂബ് തന്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം ഓർക്കുക. എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു. നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരമേകി. അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരിതം ദൂരീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് നാം തന്റെ കുടുംബത്തെ നൽകി. അവരോടൊപ്പം അത്രയും പേരെ വേറെയും കൊടുത്തു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായാണത്. വഴിപ്പെടുന്നവർക്ക് ഒരോർമ്മപ്പെടുത്തലും. وإسماعيل وإدريس وذا الكفل كل من الصابرين. ഇസ്മായിലിന്റെയും ഇദ്രീസിന്റെയും
ദുൽകിഫ്ലിന്റെയും കാര്യവും ഓർക്കുക. അവരൊക്കെ ഏറെ ക്ഷമാലുക്കളായിരുന്നു. وأدخلناهم في رحمتنا إنهم من الصالحين. അവരെയെല്ലാം നാം നമ്മുടെ അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്തി. അവരെല്ലാവരും സച്ചരിതരായിരുന്നു. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദുന്നൂൻ കുപിതനായി പോയ കാര്യം ഓർക്കുക. നാം പിടികൂടുകയില്ലെന്ന് അദ്ദേഹം കരുതി. അതിനാൽ കൂരിരുളുകളിൽ വെച്ച് അദ്ദേഹം കേണപേക്ഷിച്ചു, നീയല്ലാതെ ദൈവമില്ല, നീ എത്ര പരിശുദ്ധൻ, സംശയമില്ല, ഞാൻ അതിക്രമിയായിരിക്കുന്നു. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അന്നേരം നാം അദ്ദേഹത്തിന് ഉത്തരമേകി അദ്ദേഹത്തെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇவ்விധം നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നു. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. സക്കരിയ തന്റെ നാഥനെ വിളിച്ചു പ്രാർത്ഥിച്ച കാര്യം ഓർക്കുക. എന്റെ നാഥ, നീ എന്നെ ഒറ്റയാനായി വിടരുതേ, നീയാണല്ലോ അനന്തരമെടുക്കുന്നവരിൽ അത്യുത്തമൻ. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരമേകി യഹ്യായെ സമ്മാനമായി കൊടുത്തു. അദ്ദേഹത്തിന്റെ പത്നിയെ നാം അതിന് പ്രാപ്തയാക്കി. തീർച്ചയായും അവർ നല്ല കാര്യങ്ങളിൽ ആവേശം കാണിക്കുന്നവരായിരുന്നു. പേടിയോടെയും പ്രതീക്ഷയോടെയും നമ്മോട് പ്രാർത്ഥിക്കുന്നവരും താഴ്മ കാണിക്കുന്നവരുമായിരുന്നു. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. തന്റെ ചാരിത്രശുദ്ധി സൂക്ഷിച്ചവളുടെ കാര്യം ഓർക്കുക. അങ്ങനെ നാം അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് ഊതി അവളെയും അവളുടെ മകനെയും ലോകർക്ക് തെളിഞ്ഞ അടയാളമാക്കുകയും ചെയ്തു. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. നിങ്ങളുടെ ഈ സമുദായം സത്യത്തിൽ ഒരൊറ്റ സമുദായമാണ്, ഞാൻ നിങ്ങളുടെ നാഥനും, അതിനാൽ നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെടുക. وتقطعوا أمرهم بينهم كل إلينا راجعون. എന്നാൽ അവർ തങ്ങളുടെ മതകാര്യത്തിൽ നിരവധി ചേരികളായി. അറിയുക, എല്ലാവരും നമ്മിലേക്ക് തിരിച്ചു വരേണ്ടവരാണ്. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവന്റെ കർമ്മഫലം പാഴാവുകയില്ല. ഉറപ്പായും നാം അത് രേഖപ്പെടുത്തുന്നുണ്ട്. وحرام على قرية أهلكناها أنهم لا يرجعون. നാം ഒരു നാടിനെ നശിപ്പിച്ചാൽ അവർ പിന്നെയൊരിക്കലും അവിടേക്ക് തിരിച്ചു വരില്ല. حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون. യജൂജ് മഅജൂജ് ജനവിഭാഗങ്ങൾക്ക് ഒരു വഴി തുറന്നു കിട്ടും വരെ, അങ്ങനെ അവർ എല്ലാ കുന്നിൻപുറങ്ങളിൽ നിന്നും കുതിച്ചിറങ്ങി വരും വരെയും.
واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. ആ സത്യവാഗ്ദാനം അടുത്തു വരുന്നതുവരെയും അപ്പോൾ സത്യനിഷേധികളുടെ കണ്ണുകൾ തുറിച്ചു നിൽക്കും. അവരിങ്ങനെ വിലപിക്കും, ഞങ്ങളുടെ ഭാഗ്യദോഷം, ഞങ്ങൾ ഇതേക്കുറിച്ച് തീർത്തും അശ്രദ്ധരായിരുന്നു, ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ. തീർച്ചയായും നിങ്ങളും അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിക്കുന്നവരും നരകത്തീയിലെ വിറകാണ്. നിങ്ങളെല്ലാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ലൗ കാന ഹൗലാഇ ആലിഹതൻ മാ വറദൂഹാ വകുല്ലുൻ ഫീഹാ ഖാലിദൂൻ. യഥാർത്ഥത്തിൽ അവർ ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഈ നരകത്തീയിൽ വന്നെത്തുമായിരുന്നില്ല. എന്നാൽ ഓർക്കുക, അവരെല്ലാം അവിടെ നിത്യവാസികളായിരിക്കും. ലഹും ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. അവർക്കവിടെ ആർത്തനാദമാണുണ്ടാവുക, അതല്ലാതൊന്നും കേൾക്കാനാവില്ല. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ. എന്നാൽ നേരത്തെ തന്നെ നമ്മിൽ നിന്ന് നന്മ ലഭിച്ചവർ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. ലാ യസ്മഊന ഹസീസഹാ വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. അവരതിന്റെ നേരിയ ശബ്ദം പോലും കേൾക്കില്ല. അവർ എന്നെന്നും തങ്ങളുടെ മനസ്സിഷ്ടപ്പെടുന്ന സുഖാസ്വാദ്യതകളിലായിരിക്കും. لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. ആ മഹാസംഭ്രമം അവരെ ഒട്ടും ദുഃഖിതരാക്കുകയില്ല. മലക്കുകൾ അവരെ സ്വീകരിച്ച് എതിരേൽക്കും. മലക്കുകൾ അവർക്കിങ്ങനെ സ്വാഗതമോതുകയും ചെയ്യും. നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ മോഹന ദിനമാണിത്. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. പുസ്തകത്താളുകൾ ചുരുട്ടും പോലെ ആകാശത്തെ നാം ചുരുട്ടിക്കൂട്ടുന്ന ദിനമാണത്. നാം സൃഷ്ടി ആദ്യം ആരംഭിച്ച പോലെ തന്നെ അത് ആവർത്തിക്കും. വാഗ്ദാനം വഴി ഇത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു. നാം അത് നടപ്പാക്കുക തന്നെ ചെയ്യും. وَلَقَدْ كَتَبْنَا فِي الزَّبُورِ مِن بَعْدِ الذِّكْرِ أَنَّ الْأَرْضَ يَرِثُهَا عِبَادِيَ الصَّالِحُونَ. സബൂറിൽ ഉദ്ബോധനത്തിനു ശേഷം നാം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഭൂമിയുടെ പിന്തുടർച്ചാവകാശം സച്ചരിതരായ എന്റെ ദാസന്മാർക്കായിരിക്കും. ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ. തീർച്ചയായും ഇതിൽ അല്ലാഹുവെ വഴിപ്പെടുന്ന ജനത്തിന് മഹത്തായ സന്ദേശമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്കാകെ അനുഗ്രഹമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ. പറയുക, എനിക്ക് ബോധനമായി കിട്ടിയതിതാണ്: നിങ്ങളുടെ ദൈവം ഏകനായ അല്ലാഹു മാത്രമാണ്. എന്നിട്ടും നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലേ? فإن تولوا فقل آذنتكم على سواء وإن أدري أقريب أم بعيد ما توعدون. ഇനിയും അവർ പിന്തിരിയുകയാണെങ്കിൽ പറയുക,
ഞാൻ നിങ്ങൾക്കെല്ലാം ഒരേപോലെ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു. നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അടുത്തോ അകലെയോ എന്നെനിക്കറിയുകയില്ല. ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ. എന്നാൽ നിങ്ങൾ ഉറക്കെ പറയുന്നതും മറച്ചുവെക്കുന്നതും തീർച്ചയായും അല്ലാഹു അറിയും. വഇൻ അദ്രി ലഅല്ലഹു ഫിത്നതുൻ ലക്കും വമതാഉൻ ഇലാ ഹീൻ. എനിക്കറിഞ്ഞുകൂടാ, ഒരു വേള ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമായേക്കാം. ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് സുഖാസ്വാദനത്തിനുള്ള അവസരം നൽകിയതുമാവാം. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ് വറബ്ബുനാ അർറഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. പ്രവാചകൻ പറഞ്ഞു, എന്റെ നാഥ, നീ സത്യം പോലെ വിധി കൽപ്പിക്കുക. ഞങ്ങളുടെ നാഥൻ പരമകാരുണികനാണ്. നിങ്ങൾ പറഞ്ഞു പരത്തുന്നതിനെതിരെ ഞങ്ങൾക്ക് സഹായത്തിന് ആശ്രയിക്കാവുന്നവനും.